റഹീസെ വെരി ഗുഡ് മോർണിംഗ്. ഇപ്പോൾ റഹീസിനെ തന്നെ അറിയാം, കഴിഞ്ഞ ഒരു മാസമായിട്ട് യുദ്ധം തന്നെ ഇങ്ങനെ റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ മാനസികാവസ്ഥയെ തന്നെ അത് എത്രത്തോളം ബാധിക്കുന്നുണ്ടെന്ന് അറിയാം. അപ്പോൾ ആ മേഖലയിലുള്ള ജനങ്ങൾ, അവരുടെ ജീവിതം, ലോകമെമ്പാടുമുള്ള ജനങ്ങളുടെ സാമ്പത്തിക കാര്യങ്ങൾ, നമ്മുടെ അടുക്കളയിൽ വരെ യുദ്ധം എത്തുന്ന കാഴ്ച നമ്മൾ കാണുന്നു. അപ്പോൾ ദുബൈയിൽ നിന്ന് നൽകാനുള്ള വിവരങ്ങൾ എങ്ങനെയാണ്? ഒരു സാധാരണ മട്ടിൽ ഇതിനെയൊക്കെ ജനങ്ങൾ അംഗീകരിച്ചു തുടങ്ങിയോ? ക്രിസ്റ്റീന, ഒരു സാധാരണ മട്ടിൽ ഏതാണ്ട് ജനങ്ങൾ ഇതിനെ അംഗീകരിച്ചു തുടങ്ങി. അതിന്റെ ഒരു ഭവിഷ്യത്ത് 2 ദിവസം മുൻപ് അബുദാബിയിൽ ഉണ്ടാവുകയും ചെയ്തു. കാരണം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഈ അലേർട്ട് സന്ദേശങ്ങളൊക്കെ വരുമ്പോൾ ജനങ്ങൾ കൂടുതൽ ജാഗരൂകരാകുകയും വീടിനുള്ളിൽ തന്നെ കഴിയുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതിനെ ബ്രേക്ക് ചെയ്ത് പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു വലിയ അപകടമുണ്ടായി. അതിലൊരു ഇന്ത്യക്കാരനടക്കം മരിച്ചു, 3 പേർക്ക് സാരമായി പരിക്കേറ്റു, മറ്റൊരു പാകിസ്ഥാൻ സ്വദേശി മരിച്ചപ്പോൾ ആ നിലയ്ക്ക് കൂടി കാര്യങ്ങൾ പോകുന്നുണ്ട്. ആളുകളുടെ മാനസികാവസ്ഥ ശരിക്കും പറഞ്ഞാൽ അത്ര ഓക്കെ ആണ് എന്ന് പറയാൻ കഴിയില്ല. കാരണം നിലവിൽ എന്നിത് അവസാനിക്കും എന്നുള്ളൊരു ചോദ്യം പ്രധാനമായിട്ടും നിൽക്കുന്നുണ്ട്. ഏതാണ്ട് കഴിഞ്ഞ മാസം ഇതേ തീയതി ഇതുപോലൊരു ശനിയാഴ്ച രാവിലെ 10 മണിക്ക് തുടങ്ങിയ ഒരു യുദ്ധമാണത്. അല്ലെങ്കിൽ ഒരു ഇറാന്റെ ആക്രമണം ഗൾഫ് മേഖലയിൽ തുടങ്ങിയതാണ്. അതിനുശേഷം ഇടതടവില്ലാതെ ഒരു തരത്തിലും നിർത്താതെയുള്ള ആക്രമണം തുടരുകയാണ്. കഴിഞ്ഞൊരു 2 ദിവസം മുൻപ് UAEക്ക് ഒരു 2 ദിവസത്തെ ഏതാണ്ട് ഒരു ആശ്വാസം ലഭിച്ചിരുന്നു. പക്ഷേ ഇപ്പോൾ UAEയിലേക്കും കാര്യമായി രാവിലെ തന്നെ ആക്രമണം ഉണ്ടാവുകയാണ്. ഇന്ന് 2 തവണയാണ് അലേർട്ട് ലഭിച്ചത്. 2 തവണ ആക്രമണം ഉണ്ടായി. ഏതൊക്കെ മേഖലയിലാണ് ആക്രമണം ഉണ്ടായതെന്നോ എന്തൊക്കെ കഷ്ടനഷ്ടങ്ങൾ അതിൽ ബാധിച്ചിട്ടുണ്ടോ എന്നുള്ളത് വ്യക്തമല്ല. പക്ഷേ UAEയിൽ ആക്രമണം ഉണ്ടായി. ബഹ്റൈനിൽ നേരത്തെ നമ്മൾ ആ കമന്റ് പറഞ്ഞത് ശരിയാണ്. കാരണം രാവിലെ 2 തവണയാണ് ബഹ്റൈനിൽ സൈറൻ മുഴങ്ങിയത്. അത് ഏതാണ്ട് ഒരു 3-3.5 മണിക്കൂറിനിടയിൽ 2 തവണ എന്ന് പറയുന്നു. ഒപ്പം തന്നെ UAEയിൽ അത് ഏതാണ്ട് ഒരു 1.5 മണിക്കൂറിന് മുമ്പ്, ഒരു 1.5 മണിക്കൂറിന് മുമ്പാണ് 2 തവണ ഇത്തരത്തിൽ അലേർട്ട് ഉണ്ടാവുകയും ചെയ്തത്. അപ്പോൾ ആ നിലയ്ക്ക് ഗൾഫ് മേഖലകളിലൊക്കെ കാര്യമായിട്ടുള്ള ആക്രമണം തുടരുകയാണ്. ഏതെങ്കിലും നിലയ്ക്ക് സമാധാനം പുനഃസ്ഥാപിക്കാനായി ഇത്തരത്തിൽ ചർച്ചകൾ നടത്താനായി ഗൾഫ് രാജ്യങ്ങളൊക്കെ തന്നെയും ഇടപെടുന്നുണ്ട്. പക്ഷെ അത് അത്ര കണ്ടങ്ങോട്ട് ഫലമാകുന്നില്ല. കേവലം ഹോർമുസ് കടലിടുക്ക് സ്വതന്ത്രമാക്കുക എന്ന ലക്ഷ്യത്തോട് മാത്രമല്ല, അല്ലെങ്കിൽ ആ ഒരു ഉടമ്പടിയോടെ മാത്രമല്ല ഈ സമാധാന കരാറിൽ എത്തേണ്ടത് എന്നുള്ളത് ഓരോ ഗൾഫ് രാജ്യങ്ങളും അടിവരയിട്ട് പറയുന്നുണ്ട്. കാരണം കൈ പൊള്ളിയിട്ടുണ്ട് എന്നുള്ള കാര്യം വ്യക്തമാണ്. ഓരോ ഗൾഫ് രാജ്യങ്ങളിലും അത് കൃത്യമായി തന്നെ പ്രതിഫലിച്ചു തുടങ്ങിയിട്ടുമുണ്ട്. അപ്പോൾ ആ നിലയ്ക്ക് സമാധാന ഉടമ്പടി വരുമ്പോൾ ഇനിയൊരു ആക്രമണം ചെറുക്കാനും തടയാനും ഒക്കെയുള്ള ഉടമ്പടി ആ കരാറിൽ ഉണ്ടാകണം, അത്തരത്തിലുള്ള പോയിന്റുകൾ അതിൽ ഉണ്ടാകണം എന്നുള്ളത് ആവർത്തിച്ച് പറയുകയാണ്. എന്തായാലും ഇങ്ങനെ കാത്തിരിക്കുകയാണ്. ഏത് ദിവസം ഇതിനൊരു അറുതി വരും, ഏത് ദിവസം ഇതിനൊരു ഒടുക്കം ഉണ്ടാകും എന്നുള്ളത് എല്ലാവരും കാത്തിരിക്കുകയാണ്. ക്രിസ്റ്റീന, ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.